അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ഊട്ടി വ്ളോഗാട്ടോ. നമ്മൾ 2 ദിവസത്തെ ഊട്ടി ട്രിപ്പ് പോയിരുന്നു, അതിൻ്റെ വ്ളോഗാണ്. ഊട്ടി ഒരു 5-6 തവണ പോയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും ടൂറിസ്റ്റ് പ്ലേസൊക്കെ നമ്മൾ കണ്ടിട്ടൊന്നും കാണാത്ത സ്ഥലങ്ങൾ കാണാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേ കണ്ട സ്ഥലങ്ങൾ കുറച്ചൊക്കെ കണ്ടു. പിന്നെ ഊട്ടിയുടെ ഉൾഗ്രാമത്തിൽ കൂടെ കുറച്ച് സഞ്ചരിച്ചിട്ടോ. ഫസ്റ്റ് ദിവസം ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു, മുഴുവനായിട്ട് കവർ ചെയ്തിട്ടില്ല. കാരണം എല്ലാം ഒരു 5-6 പ്രാവശ്യം പോയതുകൊണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു ട്രാവലറിലാണ് പോയത്. പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ നീഡിൽ അങ്ങനെ എന്തോ സ്ഥലമല്ലേ, ആ ഒരു വ്യൂ പോയിൻ്റ് അതിൻ്റെ താഴെയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. ചായക്ക് നമ്മൾ പത്തിരി, പൊറോട്ട, ബീഫ് കറിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതായിരുന്നു. അപ്പം നല്ലൊരു അടിപൊളിയൊരു പ്ലേസ് കിട്ടിയപ്പം നമ്മളവിടെ ചായ കുടിക്കാൻ ഇറങ്ങി, ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് അവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു സ്ഥലം കാണാൻ. അപ്പോൾ എല്ലാവരും കൂടി ചായ കുടിക്കാൻ നല്ല രസം. നമ്മൾ ഫുഡൊന്നും, ഇതാണ് ആ വ്യൂ പോയിൻ്റ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊന്നും പുറത്തുനിന്ന് ഒരുപാട് വാങ്ങൂല, ചായയൊക്കെ കുടിക്കുക എന്നല്ലാണ്ട്. നമ്മളിപ്പം രാവിലക്കത്തെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ ഉച്ചക്ക് ബിരിയാണിയൊക്കെ നമ്മൾ വെച്ചിട്ട് കൊണ്ടുപോയി. രാത്രി നമ്മൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ ചില്ലി ഉണ്ടാക്കി. പിറ്റേ ദിവസം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഫുഡ് അങ്ങനെ പുറത്തുനിന്ന് കഴിക്കൂല, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോക്കാണ്. അങ്ങനെയാണ് നമ്മൾ പോകണത് മുഴുവൻ ചെയ്യാറ്. പിന്നെ നമ്മൾ അടുക്കളയുള്ള റൂം എടുക്കും, ആ കിച്ചൺ എക്സ്ട്രാ. അപ്പം നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യല്. നമ്മളിപ്രാവശ്യം പോയപ്പം 2 റൂം വെച്ചുള്ള ചെറിയ അപ്പാർട്ട്മെൻ്റ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയൊരു അപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഒരു ദിവസത്തിനല്ല, ഒരുപാട് ദിവസത്തിന് നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷേ പഴയൊരു വല്ല പുതിയ വീടല്ല, ഒരു 2 ചെറിയ അപ്പാർട്ട്മെൻറ്റ്. ഒരുപാട് അപ്പാർട്ട്മെൻറ്റുള്ള സ്ഥലത്ത് ഊട്ടിയിലെടുത്തത്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഇതിൽ 2 കോട്ടേജിൽ 2 റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, അങ്ങനെ വരുന്നത്. ഒന്നിലും അതേപോലെ തന്നെ കിച്ചൺ ചെറുതാണ്, ഒന്നിൽ ഗ്യാസൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്യാസിന് 500 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ കിച്ചൺ എടുത്ത്. പിന്നെ നമുക്ക് 7000 രൂപ, 2 അപ്പാർട്ട്മെൻറ്റും കൂടി 7000 രൂപയും ഗ്യാസിന് 500 രൂപയും കൊടുത്തും ടോട്ടൽ 7500 നമ്മൾക്ക് കഴിച്ചതായിട്ടോ. കാരണം നമ്മൾ ഡ്രൈവറിൻ്റെ കെയർ ഓഫിൽ കിട്ടിയതാണ്. പിന്നെ അങ്ങനെയല്ല, സീസണും അല്ല വീക്കെൻഡും അല്ല, അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. വീക്കെൻഡൊന്നും അല്ലെങ്കിൽ അവിടെ പോയിട്ട് റൂം എടുക്കുക എന്നുള്ളത്, സീസണൊന്നും അല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് 3 റൂം ഹൗസ് കിട്ടും. സീസണിലും വീക്കെൻഡിലും പോകുമ്പോൾ നമുക്ക് നല്ല ക്യാഷ് ആവും റൂം കിട്ടും. നമ്മളിപ്പോൾ നിന്ന റൂമിന് തന്നെ അപ്പോൾ 10 ഒക്കെ വരുമല്ല ഒരു റൂമിന് സീസണിൽ. അപ്പം നമ്മൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ നമ്മൾ ഫൈൻ ഫോറസ്റ്റ് ഇവിടെ നമ്മൾ ഇറങ്ങണില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ പോക്കിലും എല്ലാ പോക്കിലും നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുള്ള കാരണം തന്നെ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇവിടുന്ന് നേരെ നമ്മൾ പൈക്കര പോയി. പൈക്കര നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും വെള്ളം ഒരുപാടുള്ളപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഊട്ടി എത്തിയിട്ടാവും. പായിക്കര നമ്മൾ പോണ സമയത്തൊക്കെ വെള്ളം കുറവാകും. അതുകൊണ്ട് നമ്മൾ പൈക്കര പോയി. ലേക്കും ഡാമൊന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല. ഡാം നമുക്ക് റോട്ടിൽ നിന്ന് ഇങ്ങനെ കാണാമെന്നല്ലാതെ. പൈക്കര അങ്ങനെ ഇപ്പം നല്ല വെള്ളമുണ്ട്, നല്ല രസമുണ്ട് അപ്പോൾ കാണാൻ. ഒരുവിധം ടൂറിസ്റ്റ് പ്ലേസൊക്കെ നമ്മൾ കറങ്ങിയിട്ടുണ്ട്, എല്ലാ പ്ലേസും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് ഊട്ടിയുടെ ഉൾഭാഗങ്ങളൊക്കെ കാണാനാണ് ഭംഗി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ കുറച്ച് ഭാഗമൊക്കെ കണ്ട് കുറേ റൂമിൽ നിന്ന് പിന്നെ കുറച്ചും കൂടെ കണ്ട് പിന്നെ നമ്മൾ ഷോപ്പൊക്കെ ചെയ്ത് റൂമിലേക്ക് തന്നെ പോയി. പിറ്റേ ദിവസം നമ്മൾ ഊട്ടിയുടെ ഉൾഗ്രാമത്തേക്ക് ഇറങ്ങുന്നത് ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഊട്ടീൻ്റെ നമ്മളെല്ലാവരും കാണുന്ന സ്ഥലങ്ങൾ തന്നെ കണ്ടത്. ഉൾഗ്രാമത്തേക്ക് നാളെ പോകാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങളങ്ങനെയാണ് പോക്ക്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. വീഡിയോ പോലും എടുക്കാൻ തോന്നില്ല, നമുക്കിങ്ങനെ കണ്ട് നിൽക്കാൻ തോന്നും. നമ്മളിപ്പോൾ പായിക്കര വാട്ടർഫാൾസിലേക്ക് പോയിട്ട് ഇരിക്കുകയാണ്. 300 കിലോമീറ്റർ നടക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഉണ്ട് കേട്ടോ, നമുക്ക് വയ്യാത്തവർക്ക് അവിടെ വരെ, വയ്യാത്തവർക്ക് പായിക്കര പോവാതിരിക്കുക നല്ലത്. കാരണം പായിക്കര വാട്ടർഫാൾസ് കാണണമെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി 50 സ്റ്റെപ്പ്, എത്രയോ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയിട്ട് കാണണം. ഇതിപ്പോൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് വരെ അല്ല, നമ്മൾ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് വരെ നമുക്ക് വണ്ടി പോകാൻ പറ്റുള്ളൂ. അത് കയറ്റൊന്നുമില്ല, നമ്മളിങ്ങനെ റോഡാണ്. ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്, വീക്കെൻഡ് അല്ലെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഫോട്ടോസിന് പറ്റിയ സ്ഥലങ്ങളാട്ടോ, ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ടിക്കറ്റിന് ഒരുവിധ കഴിഞ്ഞ വർഷം നമ്മൾ പോയപ്പം ഇവിടുത്തെ ടിക്കറ്റിൻ്റെ പൈസ 50 തോന്നുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 30 അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പോൾ 50 ഇവിടെ ടിക്കറ്റിന് റേറ്റ് വരുന്നത്. എല്ലായിടത്തും കൂടിയിരിക്കണേ. കർണാടക ഗാർഡനിൽ 100 ആയിക്കണ്. ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ 30, പിന്നെ 50, ഇപ്പോൾ 100 പെട്ടെന്നായി.
അപ്പോൾ എല്ലായിടത്തും ടിക്കറ്റിനൊക്കെ റേറ്റ് കൂടിയിരുന്നു കേട്ടോ. കാരണം ടൂറിസ്റ്റ് പ്ലേസിൽ ഞാൻ റേറ്റ് കൂട്ടിയോടെ ഇരിക്കരുത് അവർ 10 ഉള്ളിടത്തൊക്കെ 30 അങ്ങനെ ഓരോ സ്ഥലത്ത് കൂട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പാട്ടോ. പിന്നെ നമ്മളിവിടെ അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ചെറിയ വെയിൽ വന്നപ്പോൾ നല്ല സമാധാനം. അങ്ങനെ നമ്മൾ പായ്ക്കരെത്തി. ഇതാണ് നമ്മൾ കയറി കേട്ടോ, ടിക്കറ്റൊക്കെ എടുത്ത് കയറി. ഇനി ഫുള്ള് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്ന് വെച്ചിട്ടാണ്, നല്ല തണുപ്പും.
പിന്നെ നമ്മൾ പോയത് ഹങ്കർ ഫോർട്ട് എന്നുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് കാണാനായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമായതുകൊണ്ട് അത് അടച്ചിട്ടിട്ടുണ്ട്. അവിടെ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ട് ഉള്ളിൽ. അവിടെ വണ്ടി നിർത്തിയാൽ പോലും ഫൈനാണ്. അവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. 100 രൂപ ടിക്കറ്റിനായിട്ട്. നല്ല ഭംഗിയുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുണ്ട് കാണാൻ. അതാണ് ആ ബംഗ്ലാവ്. പക്ഷേ അതിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ വണ്ടി വിടണില്ല. 5000 രൂപ ഫൈനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു 100 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട്. പക്ഷേ ഇപ്പം അങ്ങോട്ട് കയറ്റണേ ഇല്ല. അപ്പം നമ്മൾ ദൂരെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ വീഡിയോസ് എടുത്ത്. അപ്പം നമ്മൾ പോയപ്പം എന്താണാവും കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് കയറരുതെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ഭംഗിയാണ് സ്ഥലം കാണാൻ വെച്ചിട്ടാണ്. അതാണ് ആ ബ്രിട്ടീഷ് ബംഗ്ലാവ്. എന്തോ പ്രേതമുണ്ടായിട്ട് ബ്രിട്ടീഷുകാരനെ ഒഴിവാക്കി പോയ അങ്ങനെന്തോ ഒരു ചരിത്രം. അതാണ് ആ ബംഗ്ലാവ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് എല്ലാവർക്കും കാണാമായിരുന്നു. പക്ഷേ ഇപ്പം പറ്റൂല. ഇല്ല, ഇന്ന് പറ്റില്ല. ഇനി പറ്റുമോ എന്നാവും ശനി ഞായറൊക്കെ. ഇപ്പം അവിടേക്ക് കയറ്റുന്നില്ല. ഒരു ഫോറസ്റ്റ് ഏരിയ കേട്ടോ. അത് ഉള്ളിലേക്ക് പോകണം. നമ്മൾ ഊട്ടിക്ക് നമ്മളവിടുന്ന് കൂടല്ലൂരിൽ നിന്ന് ഊട്ടിക്ക് പോകണം മുംബൈന്. ആ ഊട്ടിയിൽ നിന്ന് പിന്നെ കുറച്ച് 10-15 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം കേട്ടോ. ഊട്ടിയിൽ നിന്ന് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ സൂം ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കണ്ടാണ് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. കാണാത്തൊരു സ്ഥലം എന്നുള്ളതിൽ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഈ സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലമൊക്കെ നല്ല മനോഹരമായിട്ട് തേയിലത്തോട്ടങ്ങളാണ്. അതേപോലെ ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് സ്ഥലം. പക്ഷെ അവിടെ വീടുകളൊന്നുമില്ല. ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. പിന്നെ നമ്മൾ പോയത് ഷൂട്ടിംഗ് പോയിൻ്റാണ്. ഫസ്റ്റ് ഷൂട്ടിംഗ് പോയിന്റിൽ നമ്മൾ ആ മൊട്ടക്കുന്നിൽ ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. അത് ഒരുപാട് പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെ കയറാൻ വയ്യ, നല്ല ഉയരല്ലേ. അപ്പോൾ എനിക്കൊക്കെ കയറാൻ വയ്യാത്തതുകൊണ്ട് ഞാനില്ല പറഞ്ഞു. കാരണം ഇപ്പം അടുത്ത് പോയിട്ടും നമ്മളതിൽ കയറിയിട്ടുണ്ട്, എപ്പോഴും കയറുന്നുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിംഗ് പോയിന്റ് എപ്പോഴും അടച്ചിടലാണ്. അപ്പോൾ ഇന്ന് തുറന്നിട്ടിട്ടുണ്ട്. എപ്പോഴും അവിടെ ഷൂട്ടിംഗ് ഉണ്ടാകുന്നുണ്ട്. ഇത് തുറന്നപ്പോൾ നമ്മളിത് ഇവിടെ കയറിയിട്ടുണ്ട്. ഇതിന് 30 രൂപയാണ്. ഫസ്റ്റ് നമ്മൾ ഊട്ടിക്ക് പോയിനാന്ന് 2 ഷൂട്ടിംഗ് പോയിന്റിലും പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒക്കെ ടിക്കറ്റ് അയക്കണം. പക്ഷെ ഇത് കുറച്ചങ്ങോട്ട് പോയാൽ ഇത് അധികം കയറാൻ കയറ്റില്ല. കുറച്ചങ്ങോട്ട് പോയാൽ ഫൈൻ ഫോറസ്റ്റ് ഒക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ ഫൈൻ ഫോറസ്റ്റിനുള്ളിൽ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. അടിപൊളി ഭംഗിയാണ് കിട്ടും. നമ്മൾ വീഡിയോയിൽ കാണുന്നതും എന്നെക്കാളും ഭംഗിയാണ് നേരിട്ട് പോയി കാണാൻ. ഇതിൽ കാണുമ്പോൾ അത്ര ഭംഗി തോന്നുന്നു. പക്ഷേ നേരിട്ട് നല്ല ഭംഗി, നല്ല തണുപ്പും, തണുത്ത് വിറച്ചിട്ട് നല്ല തണുപ്പുണ്ട്. അവിടെ ഫസ്റ്റ് പോയ ദിവസം മഴയില്ലായിരുന്നു, 2ാം ദിവസം മഴ ഉണ്ടായിരുന്നു. എത്തിട്ടോ. ഇതാണ് നമ്മുടെ റൂമല്ല, ഒരു ചെറിയ കോട്ടേജ് അങ്ങനെയാണ്. നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ വലിയൊരു ലക്ഷറി ഒന്നും ആഗ്രഹിക്കുന്നത്, നമ്മൾ സാധാരണക്കാർക്ക് ഒരു ദിവസം തങ്ങാൻ പറ്റിയൊരു വീട്, നല്ല ശാന്തമായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റും. ഫുള്ളായിട്ട് വീടുകളാട്ടോ അപ്പുറമൊക്കെ. നല്ല അടിപൊളി വീടാണ്. അടിപൊളി വീടെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയൊക്കെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം സൗകര്യമുണ്ട്. നമ്മൾ കിച്ചൺ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇങ്ങനത്തെ വീട് നോക്കിയിട്ട് എടുത്തത്. കുട്ടികളുണ്ടായതുകൊണ്ട് ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനത്തെ 2 വീടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒന്നിതാണ്, ഒന്നും ഇതേപോലെ തന്നെ മറ്റേ വീടും. അപ്പം ഇത് നമ്മളങ്ങനെ ചെല്ലണോടത്ത് തന്നെ ചെറിയൊരു ബാൽക്കണി. എന്നിട്ട് പിന്നെ ക്യാമ്പ് ഫയറൊക്കെ അവിടെ സെറ്റ് ചെയ്തിടും. നമ്മൾ പറഞ്ഞാൽ അതിന് ഇതാണ്
ഒരു പഴയ വീടാണ്, ചെറിയ 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 വീടുകൾ. നമ്മളിങ്ങനെ ഇങ്ങോട്ട് കയറി എടുത്തിൻ്റെ ഹാളിൽ ഇവിടെ അങ്ങനെ സോഫ ഇട്ടിട്ടുണ്ട്, അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്, ടി വി ഉണ്ട്, വൈഫൈ ഫ്രീ ആണ്, ചൂടുവെള്ളമുണ്ട്, എല്ലാം 24 മണിക്കൂറുണ്ട് കേട്ടോ. അവിടെ ഒരു വെറുതെ ബെഡ് ഇട്ടിട്ടുണ്ട്. നിങ്ങളോട് നോക്കിയാൽ നല്ല വ്യൂ ആട്ടോ. നല്ല ക്യാരറ്റും ക്യാബേജൊക്കെ, നല്ല ക്യാബേജ് തോട്ടങ്ങളാണ് ബാക്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇത് ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ. ഇതാണ് കിച്ചൺ. നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പഴയ വീടാണെന്നുള്ള വൃത്തിയൊക്കെ നല്ലോണം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഗ്യാസിന് എക്സ്ട്രാ 500 രൂപ കൊടുത്തു നമുക്ക് അടുക്കള യൂസ് ചെയ്യാൻ. പിന്നെ കെറ്റിലുണ്ട്, പാത്രങ്ങളൊക്കെ ഒരു തന്നു. പിന്നെ അങ്ങനെ താഴേക്കുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരിക. വലിയ റൂമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് തങ്ങാൻ പറ്റിയ റൂമാണ്. ഇതിലിപ്പോൾ ഒരു റൂമേ ഞാൻ കാണിക്കുന്നു, മറ്റുള്ളവരൊക്കെ റൂമിൻ്റെ ഉള്ളിലാണ്, അതൊന്നും കാണിക്കില്ല. മോഡ്സ് വ്ലോഗിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട്, 2 അപ്പാർട്ട്മെൻറ്റിൻ്റെ കേട്ടോ. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആർക്കെങ്കിലും പോയി കാണണമെന്നുണ്ടെങ്കിൽ വലിയ ലക്ഷറി ആഗ്രഹിക്കരുത്, നമുക്ക് താമസിച്ച് പോരാം. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ എന്താ വെച്ചാൽ 2 ബെഡുള്ള റൂമാണ് എടുത്തിട്ടുള്ളത്. വലിയ റൂമെന്നൊന്നും പറയാറ്റില്ല. 2 ബെഡും കൂടി ഇട്ടപ്പോൾ റൂമിൽ സ്ഥലം കുറവാണ്. ഒരു ബെഡ് മാത്രം കിടക്കുമ്പോൾ റൂം അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ 2 ബെഡുള്ള എടുത്തതാണ്, മക്കളുള്ള കാരണം ഞാൻ 2 ബെഡുള്ള റൂം എടുത്തതാണ്. മക്കളൊക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും കൂടി കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് അവിടെ നിന്ന് ഞാൻ പറിച്ചെടുത്ത് പോവാം കേട്ടോ. പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി കേട്ടോ കൊണ്ടുപോയിരുന്നത്. നമ്മൾ വെച്ചിട്ട് പൊരിച്ച ചിക്കൻ ബിരിയാണി നമ്മളെല്ലാവരും ഒരു റൂമിൽ നിന്ന് കഴിച്ചിട്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കഴിച്ചതിന് ശേഷം നമ്മൾ കുറേ നേരം കിടന്നുറങ്ങി. ഏകദേശം ഒരു 4-5 മണിക്കായിട്ട് ശേഷമാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് പോയത്. കാണാൻ എല്ലായിടത്തും കണ്ടാണ്. അപ്പം നല്ലൊരു ഉറക്കം ഉറങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി. കർണാടക ഗാർഡൻ അടക്കാറായി. പിന്നെ അധികം ടൈമിൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കുറച്ച് തോനെ നേരമുള്ളത്. വെറുതെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുട്ടികളെ കയറ്റി നിർത്തി. ഫുള്ളായിട്ടൊന്നും വീഡിയോ ഇട്ടിട്ടില്ല ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ, കാരണം ഞാൻ ഒരുപാട് തവണ പോയതുകൊണ്ട് തന്നെ ഞാനവിടെ കയറി ഒരു അരുവിൽ അവിടെ ഇരുന്നു എന്നല്ലാതെ ഫുള്ളായിട്ട് ഞാൻ കറങ്ങാൻ പോയിട്ടില്ല. ഒന്നാമത്തെ കാല് വേദന. അപ്പോൾ പിള്ളേരൊക്കെ കറക്കാൻ വിട്ടിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ചെറിയൊരു ഭാഗം, ഒരു ഭാഗമുള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. കുറേ ബൊട്ടാണിക്കലിൽ നല്ല ആളായിരുന്നു. അവിടെ എപ്പോഴും ആളാണ്. കർണാടക ഗാർഡൻ്റെ മാതിരിക്കല്ല. എനിക്കിഷ്ടം കർണാടക ഗാർഡനാട്ടോ. ബൊട്ടാണിക്കൽ കുഴപ്പമില്ല, പക്ഷെ ഒന്നും കൂടി ഭംഗി കർണാടക ഗാർഡനാണ്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ അബദ്ധങ്ങളാണ്. കർണാടക ഗാർഡനിൽ ഇന്ന് നാളെ പിറ്റേ ദിവസം ചെന്നപ്പം മഴ പെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല, വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിപ്പം ബൊട്ടാണിക്കലിൽ ചെന്നു. നമ്മളിങ്ങനെ മറ്റുള്ള കുറേ ആൾക്കാരൊക്കെ ഫുള്ളായിട്ട് കണ്ടു. ഞാൻ കണ്ട സ്ഥലം പിന്നെ കയറാൻ വയ്യ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ നെറ്റായി റൂമൊക്കെ പോയി കിടന്നുറങ്ങി. രാത്രി ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലി ഉണ്ടാക്കി കേട്ടോ. രാത്രി ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ ലെഞ്ചിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആട്ടോ. പിന്നെ നമ്മൾ കുത്തുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, വിട്ടുപോയി. ഇതിലൊക്കെ നല്ല വിഷമീന്ന്. ചായയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചായ ഉണ്ടാക്കി കുടിക്കണം ഞങ്ങളെ പണി. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികളെ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. അത് ഫസ്റ്റ് ഡേത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ പാട്ടൊക്കെ ഉച്ചത്തിൽ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ്. പിന്നെ ക്യാമ്പ് ഫയർ ഞങ്ങൾ വേണ്ട പറഞ്ഞു. ഓൾറെഡി ഞങ്ങൾ എത്താൻ നേരം വേഗേ പുറത്ത് പോയിട്ട് നമ്മൾ പിന്നെ വേണ്ട പറഞ്ഞു. എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ ക്യാമ്പ് ഫയറിനൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചിട്ട് അപ്പോൾ ഗുഡ് നൈറ്റ് കിടന്നുറങ്ങാൻ പോവുകയാണ്. ബൾബൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടുത്ത് ഒരു വീടല്ല, അപ്പം നമുക്ക് നല്ലൊരു പ്രൈവസിയാണ്.